ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവദർശനം രൂപം കൊടുക്കുന്നതിൽ ക്രിസ്തീയ ദൈവദർശനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് ക്രിസ്തീയ ദൈവദർശനത്തിൽ ഏറ്റവും അടിസ്ഥാന പ്രമാണമായ സർവേശ്വരൻ്റെ ഏകത്വം എന്നുള്ള രഹസ്യവുമായിട്ട് ബന്ധപ്പെടുത്തി മനുഷ്യദർശനം രൂപം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ കാണുക. നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ണോടിച്ചാൽ ഓരോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒക്കെ ഗോത്രങ്ങളുടെ, ഭാഷയുടെ, ദേശത്തിൻ്റെയൊക്കെ കുലദൈവങ്ങളോ ദൈവസങ്കല്പങ്ങളോ ഒക്കെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവദർശനത്തിൽ നിന്നാണ് അവരുടെ മനുഷ്യദർശനം രൂപം കൊണ്ടിരിക്കുന്നതെന്ന് ഉള്ളതെങ്കിൽ മറ്റുള്ള മനുഷ്യരെ ശത്രുക്കളായി അവർ കാണും, അവരെ ഉന്മൂലനം ചെയ്യേണ്ടി വരും. കാരണം തങ്ങളുടെ ദൈവത്തിൻ്റെതല്ലാത്തവരാണ് അവരെല്ലാം, തങ്ങളുടെ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് അവരെല്ലാം. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റു മതത്തിൽപ്പെട്ടവരെ ദ്രോഹിക്കുന്ന, നശിപ്പിക്കുന്ന, മറ്റു മനുഷ്യരുടെ ജീവന് വില കൽപ്പിക്കാത്ത ഏതൊരു മതത്തിൻ്റെയും ദൈവസങ്കല്പം അപൂർണത നിറഞ്ഞതാണെന്നതിന് യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല. കാരണം ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, സത്യദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന, എല്ലാ മനുഷ്യരുടെയും കാരണമായിരിക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ ദൈവമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടാവുകയുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവദർശനം അല്ലെങ്കിൽ മനുഷ്യദർശനം പൂർണ്ണതയുള്ളതായെങ്കിൽ മാത്രമേ, ആ സാഹോദര്യവും സ്നേഹമുള്ളതായെങ്കിൽ മാത്രമേ നമ്മുടെ ദൈവസങ്കല്പം സത്യവും പൂർണ്ണതയുമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അവിടെയാണ് നമുക്ക് ക്രിസ്തീയ ഏക ദൈവസങ്കല്പത്തിൻ്റെ മഹത്വം തിരിച്ചറിയേണ്ടത്. ക്രിസ്തീയ ദൈവദർശനത്തിൽ സകലത്തിൻ്റെയും സൃഷ്ടാവും രക്ഷകനും പരിപാലകനും നിയന്താവുമായ ദൈവം സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിൻ്റെയും കാരണവുമാണ്. ആ സത്ത ഏകമാണ് എന്നാണ് ക്രിസ്തീയ വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഈ സത്തയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരു സത്യമോ രഹസ്യമോ ഇല്ലാത്തതുകൊണ്ട് ഈ ഏകത്വത്തെ അടിസ്ഥാനമാക്കിയ ദൈവദർശനവും അതിൽ നിന്നുണ്ടാകുന്ന ജീവദർശനവും സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതും എല്ലാ ജാതി, മത, വർഗ, ഭാഷയ്ക്കെല്ലാം അതീതമായി മനുഷ്യ സാഹോദര്യം പ്രഘോഷിക്കുന്നതുമാണ്. ദൈവത്തെ പിതാവായി സ്വീകരിക്കുന്നതോടൊപ്പം സകല മനുഷ്യരുടെയും സാഹോദര്യം ഉറപ്പുവരുത്തുന്ന ഈ ദർശനത്തെ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. ഈ ക്രിസ്മസ് കാലം നമ്മെ ഓരോരുത്തരെയും അതിനെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് എല്ലാവർക്കും സകലത്തിൻ്റെയും നാഥനും കാരണബോധനുമായ ജീവനാഥൻ്റെ അനുഗ്രഹം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.